എല്ലാവർക്കും നമസ്കാരം പ്രിയരെ. തൊടുപുഴ ചുങ്കം ഏരിയയിലാണ്. ചുങ്കം പള്ളിയുടെ താഴെ ഇവിടെ ഒരു അപ്പച്ചനെ കാണാനായിട്ട് വന്നതാണ്. ഈ വാർത്തകളിലേക്ക് കുറച്ച് നാളായി ഈ ഷൈനിയുടെ വാർത്ത, അതുപോലെ തന്നെ ചേരിയിൽ വലിയ പറമ്പിൽ വീട്ടുകാരുടെ വാർത്തകളെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ഏരിയയിൽ ഇവിടെയുള്ള ജനങ്ങളെ കണ്ട് ഇവിടുത്തെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ തിരക്കാനായിട്ട് വന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ചുങ്കം പള്ളിയുടെ താഴെയാണ്. ഇവിടെ ഒരു അപ്പച്ചൻ നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട്. നമുക്ക് അപ്പച്ചനെ ഒന്ന് പരിചയപ്പെടാം. അപ്പച്ചൻ നമസ്കാരമുണ്ട്. അപ്പച്ചൻ്റെ പേരെങ്ങനെയാ? മത്തായി ചേട്ടൻ അല്ലേ? ഇവിടെ നാട്ടിൽ അറിയപ്പെടുന്ന മത്തായി ചേട്ടൻ എന്നാണോ? എപ്പോഴും പ്രസന്നവതനാണോ? എപ്പോഴും സന്തോഷിച്ച ഒരു മുഖമാണല്ലേ കാണുന്നത്? അല്ല, എനിക്ക് തോന്നുന്നാണോ? അല്ലല്ലേ. ഈ നോബിനെ അറിയോ? നോബി ഈ വഴിക്കാണോ യാത്രകളൊക്കെ ചെയ്യുന്നേ? ഈ ഇടയ്ക്ക് അതെല്ലാം കണ്ടായിരുന്നോ? കണ്ടായിരുന്നല്ലേ? ഇന്ന് എപ്പോഴാണ് കണ്ടേ അപ്പച്ചാ? അരമണിക്കൂർ. എങ്ങനെ നടന്നു പോവാണോ ഇത്? ഒരു പിക്കപ്പ് പോകാൻ ഓടിച്ചോണ്ട് പോയി. അവര് കൈകളിൽ നിന്നും പറഞ്ഞ് കസേര മേശയൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങോട്ട് പോയതാ. അത് ഈ വഴിയാ പോകുന്നല്ലേ? ഇവിടുന്ന് 100 മീറ്റർ അപ്പുറമാണ് ഈ കൈരളി അല്ലേ? ക്ലാസിക് ലോഡ്ജിന്റെ. എത്ര കാലമായി ഇവിടെ ഈ കൈരളിയുടെ ഈ ഡെക്കറേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ കടകൾ തുടങ്ങിയിട്ട്? ഒരു കട മാത്രമേ ഉള്ളൂ? ഡെക്കറേഷൻ കട മാത്രമേ ഉള്ളൂ? 2 ഷട്ടറേ ഉള്ളൂ. 2 ഷട്ടർ. ഇത് രണ്ടും ഈ ഡെക്കറേഷന്റെ ഐറ്റംസ് ആണ് അവിടെ കൊടുക്കുന്നത്? അതല്ലേ? ഒരാളുടെ ഷെയർ ഉണ്ട്. അതല്ലേ? മെഡിക്കൽ സ്റ്റോർ നടത്തുന്നത് അനൂപ് എന്ന് പറയും, ടൗൺ പള്ളിയുടെ അവിടെ. മത്തായി ചേട്ടൻ എത്ര കാലമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? 19 വർഷം. 50 കൊല്ലമായി അല്ലേ? എന്താ ജോലി? എന്താ ജോലിയൊന്നുമില്ല. ജോലി പ്രത്യേകിച്ചൊന്നുമില്ല. അതായത് മത്തായി ചേട്ടന് ചുങ്കം പള്ളി ഇടവകയല്ലേ? പള്ളി കാണാറുണ്ട്, ഞാൻ കണ്ടിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പള്ളിയിലൊക്കെ വന്നപ്പം കണ്ടിരുന്നു. ഈ നോബിയുടെ മോനെ കാണാറുണ്ടോ? കാണാറുണ്ട്. എല്ലാ ദിവസവും കാണാറുണ്ട്. ഇവിടെ ഉണ്ടോ മോനെ? ഇവിടെ ഉണ്ടല്ലേ? സൈക്കിളിൽ ഓട്ടിക്കൊണ്ട് പോകുന്നതാണോ കാണുന്നത്? കാറേലേ? അപ്പനും മോനോടെ അല്ലേ? എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നുണ്ട് അവര്? പള്ളിയിൽ പോകുന്നുണ്ട്. പിന്നെ വേറെ എന്നാ ചേട്ടാ വാർത്തകൾ ഈ നാട്ടില്? പിന്നെ കൊട്ടേഷൻ കൊടുത്ത ബിജുവിന്റെ ഒരു വാർത്തയാണ്. എന്താ ചേട്ടാ അത്? അത് പൈസയുടെ ഇടപാടാണ്. ബിസിനസ് പങ്കാളിയാ ജോമോന് കലയുണ്ടാവില്ല. ബിജുവായിട്ട് അത് പിരിഞ്ഞാറുന്ന പറഞ്ഞ പൈസയൊക്കെ തീർത്താറുന്ന പറഞ്ഞേ. ടൈയപ്പ അല്ലേ? ഇവര് തമ്മിൽ ടൈയപ്പായിരുന്നു ഈ ബിജുവും അതുപോലെ തന്നെ ഈ ജോമോനും തമ്മിൽ. ശരിക്കും പറഞ്ഞാൽ ജോമോന് പൈസ കൊടുക്കാനുള്ളതല്ലേ ആ സംഭവത്തില്? അവന്റെ ഭാര്യ പേപ്പറിൽ എഴുതിയേക്കണേ പൈസ കൊടുത്ത് തീർത്താന്നാ. ഒരിക്കല് ജോമോൻ വിളിച്ചാർന്ന് വിളെ, എല്ലാവരും സൂക്ഷിക്കണം എന്നൊക്കെ ഇവള് പറഞ്ഞു. ബിജുവിനോട് പറഞ്ഞു. ബിജു പറഞ്ഞു ഞാൻ ആർക്കും പൈസ കൊടുക്കാനല്ലേ പറ്റി, ഞാൻ എന്തിനാ പേടിക്കണെന്ന് പുള്ളി പറഞ്ഞായിരുന്നു. അതിന്റെ ഒരു നഗ്നസത്യം ജനങ്ങൾക്ക് അറിയേണ്ടതായിട്ടുണ്ടല്ലേ? അതിന്റെ ഒത്തിരി ദുരൂഹതകളുണ്ടെന്ന് തോന്നുന്നല്ലേ? എന്താണെങ്കിലും അതും അടുത്ത നാളുകളിലേക്ക് വെളിച്ചത്ത് വന്നേ പറ്റുള്ളൂ അല്ലേ? നോബി ഉപയോഗിച്ചുകൊണ്ടിരുന്ന, അതായത് ഷൈനിയുടെ മരണവുമായിട്ട് ബന്ധപ്പെട്ട അന്നത്തെ, അതായത് ഏറ്റുമാനൂർ ഏരിയയിലേക്ക് ഈ നോബി കൂട്ടിക്കൊണ്ട് പോയ ആൾക്കാരൊക്കെയാണ് ഈ കൊട്ടേഷൻ്റെ അകത്ത് ഉള്ളത് എന്ന് തോന്നുന്നല്ലോ. അപ്പം അങ്ങനെ ഒരു സൂചന കിട്ടിയിട്ടുണ്ടല്ലോ. അതിനറിയത്തില്ല. എന്താണേലും ഇതിനൊരു തക്കതായ ഒരു പരിഹാരം, ഒരു അന്വേഷണം, നല്ലൊരു അന്വേഷണം ഇതിന്റെ പേർക്ക് നടന്നിട്ടില്ല എന്ന് പറയാം അല്ലേ? ഈ ബിജുവിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു അന്വേഷണത്തിൽ അവള് തൃപ്തിയാണ് പറഞ്ഞേക്കുന്നത്. വേറെ ദുരൂഹതകൾ എന്തെങ്കിലും ഉണ്ടോ അതുമായിട്ട് ബന്ധപ്പെട്ട്? അറിയില്ല. അതിന്റെ അകത്ത് ഈ ബിജുവിന്റെ വൈഫ് നിരപരാധിയാന്നാണോ പറയുന്നേ? അങ്ങനെയാ പറയണേ ജനങ്ങൾ പറയുന്നേ. പറയുന്നതല്ല, ജനങ്ങൾക്കറിയില്ലല്ലോ. തമ്മിലുള്ള ബിസിനസ് ജനങ്ങൾക്ക് അങ്ങനെ അറിയില്ലല്ലോ. ഈ ബിജുവിന് എന്നായിരുന്നു പരിപാടി? എന്നായിരുന്നു? ബിജുവിന് ആംബുലൻസ് ആയിരുന്നു. 7 ആംബുലൻസ് ഉണ്ട്. 7 4 വലുതും. ഇപ്പൊ ആരാ അത് ഉപയോഗിക്കുന്നത്? 3 ചെറു. അത് ഡ്രൈവർമാരുണ്ട്. ഡ്രൈവർമാരാ കൊണ്ടുകൊടുക്കുന്നത്. എല്ലാത്തിനും ഡ്രൈവർമാരുണ്ട്. അപ്പൊ ഇത് ആരാ മാനേജ് ചെയ്യുന്നേ? അത് പുള്ളിക്കാരിയാണോ മാനേജ് ചെയ്യുന്നേ? പിന്നെ വർക്ക്ഷോപ്പ് ഉണ്ട് അവിടെ, സർവീസ് സ്റ്റേഷൻ ഉണ്ട്. അതെല്ലേ? ഓക്കെ. 3 പെൺപിള്ളേരാ. മൂത്ത വെച്ച് ബാംഗ്ലൂർ നഴ്സിംഗ് പഠിക്കുക. അതെല്ലേ? രണ്ടാമത്തെ +2, മൂന്നാമത്തെ 4. ഈയിടെ ഇതിൽ ഞാൻ കാണാറുണ്ടായിരുന്നു ഈ ആദൂർവാനിക്ക് പഠിക്കാൻ പോകുന്നേ. ബിജുവിനെ എന്നും കണ്ടുകൊണ്ടിരുന്ന. ഞാൻ സൈക്കിളിൽ പോകുമ്പോൾ പുള്ളി സ്കൂട്ടറിൽ പോകും. 1-2 വയസ്സെങ്കിലും കാണും ഒരു ദിവസം. കാണാറുണ്ടല്ലേ? ബിജു മിണ്ടാറുണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങളങ്ങനെ സംസാരിക്കാറൊന്നുമില്ല. അങ്ങനെ അധികം ആൾക്കാർ സംസാരിക്കുന്ന പ്രകൃതം അല്ലെന്ന് തോന്നുന്നല്ലേ? ഞാൻ ഒരിക്കലും പുള്ളി പെട്രോൾ തീർന്നവിടെ വളയിൽ നിർത്തിയപ്പം സൈക്കിൾ വേണമെന്ന് ഞാൻ ചോദിച്ചത്. പുള്ളി ഓട്ടോറിക്ഷ നോക്കി വേണ്ടെന്നും പറഞ്ഞു. അത്രയും ഞങ്ങൾ തമ്മിൽ വേണ്ടിയിട്ടുള്ളൂ. സൈക്കിൾ വേണമെന്ന് ചേട്ടൻ ചോദിച്ചാ? പുള്ളി കുറച്ചിലായിരിക്കും സൈക്കിൾ മേടിക്കാതെ. പുള്ളി ഓട്ടോറിക്ഷ നോക്കി വർക്ക്ഷോപ്പിലേക്ക് പോകാനായിട്ട് പോയാൽ അവിടെ. എന്നായിരുന്നു എങ്ങനെ സൈക്കിൾ വേണമെന്ന് ചോദിച്ചത്? അത് ഈ സംഭവം നടക്കുന്നതിനൊക്കെ 1 മാസം മുമ്പാ. 1 മാസം മുമ്പ് അല്ലേ?
പുള്ളി നടക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു തോന്നുന്നു. കാലിന് ഇതൊക്കെ ഉണ്ട്, കാലിന് ഷിമ്മിക്കൂടൊക്കെ വെച്ച് കെട്ടിക്കൊണ്ട് ഇടയ്ക്ക് നടക്കുന്ന കാണാറുണ്ടല്ലോ. കള്ളുകുടിയുടെ ആയിരിക്കും അതിന്റെ ഇതൊക്കെ ഉണ്ട് കാലിനെ സൈഡ് എഫക്റ്റ്. ഏതാണ്ട് മന്ദോ അതുപോലെ തന്നെ കാലിന് ഏതാണ്ട് നീരൊക്കെ ഉണ്ടായിരുന്നല്ലേ. ഈ കാലും വലിച്ചോണ്ടാണ് നടന്നുകൊണ്ടിരുന്നല്ലേ. പൂർണ്ണ ഒരു ആരോഗ്യവാനല്ലായിരുന്നു എന്ന് പറയാം അല്ലേ. സ്കൂട്ടറിൽ പോകുന്നതുകൊണ്ട് പിന്നെ അറിയുന്നില്ല, നടന്ന് കാണുന്നില്ല അധികം പേരും. നോവി ഉണ്ടാറുണ്ടോ? നോവി ഇതിൽ പോകുന്നല്ലേ, വണ്ടിയിലല്ലേ പോകുന്നത്. തിരിച്ചു കാണിക്കുമോ? ഞങ്ങൾ തമ്മിൽ അങ്ങനെ പുള്ളി കാണാറില്ല, വണ്ടി ഓടിച്ചിട്ട് പിന്നെ കാണാൻ. എന്താ ഏട്ടാ ഇപ്പം ഇത് ഈ നോബി കാണിച്ചത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂരതയല്ലേ ആ ഷൈനിയോടും മക്കളോടും? സഹിച്ച് ക്ഷമിച്ചും കൊണ്ടാവുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഇതിൽ സ്കൂട്ടറിൽ പോവും, കപ്പയും വാഴക്കൊലയൊക്കെ സ്കൂട്ടറിൽ കൊണ്ട് കൊടുക്കും, കാർ ഓടിക്കും, എല്ലാ പണിയും ചെയ്തുകൊണ്ടിരുന്നാ. ഒരു തീരെ വേദനയല്ലേ, ഒരു ഓർക്കുമ്പോൾ നെഞ്ചിലൊരു കുത്തിപ്പറിക്കുന്ന ഒരു വിങ്ങലല്ലേ. ഇതുപോലെ കഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് ഈ തൊടുപുഴ താലൂക്കിലുണ്ടോ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റിയല്ലേ. അതിന് പകരം പിടിക്കാനായിട്ട് ആരും അല്ലേ, ഒരു ഷൈനിക്ക് പകരം ഒരു പെണ്ണിനെ കാണിച്ചു കൊടുക്കാനായിട്ട് കാണത്തില്ലല്ലോ ഒരു കുടുംബത്തിലും. നേഴ്സിംഗും പഠിച്ചല്ലേ ഇത്, പിന്നെ BSc നേഴ്സിംഗാ, ജോലി കിട്ടാത്തതുകൊണ്ട് അതിൻ്റെ ഒരു ഉണ്ടായിരുന്നു. ഈ കുടുംബശ്രീ ലോണ് അതൊരു വലിയൊരു ബാധ്യതയായിരുന്നല്ലേ ഷൈനിക്ക്. അത് അടയ്ക്കാൻ പറ്റാത്തതിലുള്ള വിഷമം. 2 കുട്ടികളുമായിട്ട് ആ വീട്ടിലെ ഏറ്റുമാനൂർ വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ കുടുംബശ്രീ ലോണിൻ്റെ ഒരു ബാധ്യതയും തലക്കിരുന്നു. ജോലി കിട്ടാത്തതിലുള്ള ഒരു വിഷമമുണ്ട്. പിന്നെ ഈ നോബിക്കെതിരായിട്ട് ഷൈനി കൊടുത്തിരുന്ന ആ ഡൈവോഴ്സ് അത് കൊടുത്തായിരുന്നെങ്കിൽ ഷൈനിക്ക് മരണം സംഭവിക്കുകയല്ലായിരുന്നു തോന്നല്ലേ ഏട്ടാ അല്ലേ. അവളെ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ അനുവദിക്കുമായിരുന്നെങ്കിൽ ഇത് നടക്കുമായിരുന്നു ഏട്ടാ. അവിടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങോട്ടെങ്കിലും പോയല്ലായിരുന്നോ? ഇവനും പോയെന്ന് അവനെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, അവളെ ചീത്തയെതിരെയുണ്ടെന്ന് പറഞ്ഞു, നീ പോയി ചാകടിയെന്നും അങ്ങോട്ട് ചീത്ത കൂട്ടി പറഞ്ഞെന്ന് ആ പറയണേ. അങ്ങനെ രാവിലെ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞാൽ 2 പിള്ളേരെയും കൊണ്ട് പോയത്. ആ ഡൈവോഴ്സിന് അവസാന നിമിഷമെങ്കിലും ജോയിൻ്റായിട്ട് ഒപ്പിട്ട് കൊടുക്കുന്ന അവസാന ദിവസം വരെ ഷൈനി പ്രതീക്ഷിച്ചു. പക്ഷേ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്നോ കോടതിയുടെ ഭാഗത്തുനിന്നോ ഈ നോബീനെ ഈ അവധിക്ക് വന്ന സമയത്തെങ്കിലും ഏതെങ്കിലും ഒരു ദിവസം വിളിച്ചു വരുത്തിയായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ലായിരുന്നു തോന്നല്ലേ അപ്പച്ച അല്ലേ. ഇതാണ് തീരെ ഒരു വേദനയല്ലേ. ദിവസങ്ങൾ എന്താ 2 മാസം കഴിഞ്ഞെങ്കിലും ആ വാർത്തകളിൽ നിന്ന് നമുക്കൊരു മോചനമില്ല അപ്പച്ച. എനിക്ക് തോന്നുന്നതാണോ അപ്പച്ച, അല്ലെങ്കിൽ അഭിപ്രായം ഇതാണോ? അതെ അല്ലേ. 2 മാസം 3 മാസം കപ്പലിൽ പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ എണ്ണി മേടിച്ച് ഇവിടെ ഇരുന്ന് 2 മാസം കള്ളുകൂടി കൂട്ടുകാരും. ശരിക്കും പറഞ്ഞാൽ ഈ ഷൈനിക്ക് കഷ്ടപ്പെടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. സാമ്പത്തികമായിട്ട് കാരണവന്മാരായിട്ട് ഇവരുടെ വീട്ടുകാർക്ക്, അതായത് ഈ ചേരി പരിപരമ്പിലെ വീട്ടുകാർക്ക് ദൈവം സമ്പാദിച്ചു കൊടുത്തിട്ടില്ലായിരുന്നോ തലമുറകളായിട്ട്? അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി ഇവന് കിട്ടുന്ന ജോലിയുടെ ചെറിയൊരു അംശം പിള്ളേർക്കും കുട്ടികൾക്കും കൊടുത്താൽ മാന്യമായിട്ട് ഒരു കുടുംബജീവിതത്തിലേക്ക് ഇവർ പോകുമായിരുന്നെങ്കിൽ, ഈ ഷൈനീനെ വലിയ വഴക്ക് പറയാതൊക്കെ ഡീസൻ്റായിട്ട് പോകുമായിരുന്നെങ്കിൽ ഇപ്പോഴും ആ കുടുംബബന്ധം നിലനിന്ന് പോയത്. എണ്ണം ഉണ്ട് ഇവിടെ? ഇതിപ്പോൾ 2 ഉണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടി? ഇതാരോ ഇവിടെ കൊണ്ടുവച്ചാ. അപ്പച്ചൻ്റെ ഈ പുഞ്ചിരിക്കുന്ന മുഖമായിട്ട് അപ്പച്ചൻ ഈ അറിയത്ത് നിൽക്കുമ്പോൾ ഇവിടെ കൊണ്ട് വിടാതിരിക്കുകയല്ലോ. അപ്പച്ചനെ കണ്ടറിയാം അപ്പച്ചൻ സ്നേഹസമ്പന്ന. അപ്പച്ച പിള്ളേർ എത്ര പേരാ? ഞങ്ങള് ആണ് 3 പെണ്ണുവാ. ഏറ്റവും മരിച്ചു, കല്യാണം കഴിച്ചില്ല. അപ്പച്ചൻ എന്നാ അപ്പച്ച കെട്ടാത്തെ? ഞാനിങ്ങനെ പള്ളി പ്രാർത്ഥന ബൈബിൾ വായിച്ചു. അപ്പച്ചൻ്റെ എന്താണേലും ഒരു ദൈവാനുഗ്രഹമുള്ള മുഖമാണ് കാണുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് അല്ലേ. എല്ലാ പ്രേക്ഷകരെ അപ്പച്ചൻ്റെ ആ പ്രസാദിക്കുന്ന മുഖം എപ്പോഴും ഇങ്ങനെയാണോ? ഏത് സമയത്തും ദുഃഖം ഉണ്ടെങ്കിലും ഇതുപോലെ ഇരിക്കുമോ മുഖം? സങ്കടമില്ല, ആഗണി എന്ന് പറഞ്ഞ സംഭവമില്ല. അതെ അപ്പച്ചനോട് കൊഞ്ചാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പച്ച ഷൈനിക്ക് നീതി കിട്ടണ്ടേ? നീതി കിട്ടണം. ഈ നാട്ടുകാരെ ഈ ചുങ്കം ഇടവക്കാരെല്ലാം അത് തന്നെയാണ് പറയുന്നത്. നീതി കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ ഷൈനിക്ക്? കിട്ടിയിട്ടില്ല. ഷൈനിയുടെ വാർത്തകൾ ആയിട്ട് നമ്മൾ ഇനി മുന്നോട്ട് പോകണ്ടേ? അത് ഇവിടെ നിർത്തിപ്പോയാൽ മതിയോ? നീതി കിട്ടണമെന്നുള്ളൊരു അപേക്ഷയുള്ളൂ. ഓക്കെ അപ്പച്ച, എന്താണേലും ഷൈനിക്ക്. പ്രിയരെ, വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചുങ്കം ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ഇനിയും വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫീഡ്ബാക്ക് നമ്മൾ ആദ്യം എടുത്ത വീഡിയോ ആയിട്ട് നേർക്കാഴ്ചകളായിട്ട് വരും നാളുകളിൽ, വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ബാക്കി എപ്പിസോഡുകൾ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ടാറ്റ കൊടുത്തേ.